ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര. സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അതായത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളായിട്ട് ഈ ഒരു നോൺ കോണ്ടാക്റ്റ് നിൽക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ അവർ എടുക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് അവർ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും കർമ്മങ്ങളുണ്ടോ, നെഗറ്റീവായിട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീര് ഒഴുക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ വേദനിച്ചതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും വേദന ദുഃഖം അവരുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് റീഡിങ്ങിലൂടെ ചെക്ക് ചെയ്യുന്നത്. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക, ഫുള്ളായിട്ട് തന്നെ കാണണം. അതേപോലെ ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇവിടെ ആദ്യം എനർജി ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ, അതായത് ഈ വീഡിയോ കാണുന്നവരുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒരുപാടധികം വേദനിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് വളരെയധികം നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങളുടെ വേദന ആരോട് പറയണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം അത്രയേറെ പെയിൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എൻഗേജ് ആവാനോ ഒരു ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനോ ഒന്നിനും പറ്റുന്നത്. നിങ്ങൾ ടോട്ടലി നിങ്ങളൊരു ഇരുട്ടിലാകപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. അവിടെ ഒരു ലൈറ്റ് എനർജി ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരും. നിങ്ങൾ ആ ഇരുട്ടിൽ നിന്ന് ആ വ്യക്തി നിങ്ങളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുപോകും എന്നൊരു ഹോപ്പിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ വളരെയധികം നിരാശയായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു പേഴ്സണിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ലൂപ്പ് പോലെയാണ്. എത്രയൊക്കെ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇരട്ടിയായിട്ട് ഈ പേഴ്സണിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ ഒരു പേഴ്സണിനെ ഞാൻ ഇത്രയേറെ കാത്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. കാരണം ഈ പേഴ്സൺ തിരിച്ച് വരുമോ ഇല്ലയോ, ഞാൻ ഈ ഹോപ്പ് കൊടുക്കുന്നതൊക്കെ വെറുതെ ആണോ, എൻ്റെ പേഴ്സൺ മറ്റേതെങ്കിലും വ്യക്തിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണോ, മറ്റേതെങ്കിലും വ്യക്തിയുടെ കൂടെയാണോ, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ സോഷ്യൽ മീഡിയാസ് നോക്കുക, മറ്റേ അവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ മറ്റാരിലേക്ക് ആക്കപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളെ മറന്ന് പൂർണ്ണമായിട്ടൊരു ജീവിതം അവർ ജീവിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ടൈമും എഫേർട്ടും സ്നേഹവും ഒക്കെ തന്നെ അതേ രീതി നിങ്ങളുടെ പേഴ്സണിന് മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു ടൈമിൽ അവർ മുന്നോട്ട് പോകുന്ന ലൈഫിൽ ഒരു പോയിന്റ് വെച്ച് അവർ തിരിച്ചറിയും നിങ്ങളുടെ സ്നേഹത്തെ, അല്ലെങ്കിൽ നിങ്ങളെ അവർ തിരിച്ചറിഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഡേ ബൈ ഡേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എത്രയൊക്കെ അവരിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അവരിലേക്ക് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അവർ നിങ്ങളെ അത്രയേറെ അവരുടെ ലൈഫിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ തന്നെ നിങ്ങളെ മാറ്റിയെടുത്തിരിക്കുകയാണ്. സോ നിങ്ങളായിട്ട് അവരോട് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവരായിട്ട് സ്വയമേ പല വാക്കുകളും പറഞ്ഞ് നിങ്ങളുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്ത് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രയോറിറ്റി അത്രയേറെ വലിയൊരു സ്ഥാനമാണ് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിച്ചെടുത്തു, നിങ്ങളെ തന്നെ അത് ബോധ്യപ്പെടുത്തിയെടുത്തു. അവർ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അത്രയേറെ വാല്യൂ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളാണ്, അത്രയേറെ നിങ്ങളത് വാല്യൂ കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ ഇതുവരെ മറച്ചു വെച്ചിട്ടില്ല. നിങ്ങളുടെ പേഴ്സണെ കണ്ടുമുട്ടിയ ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരു വ്യക്തിയെക്കുറിച്ച് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു തേർഡ് പാർട്ടിയോട് അട്രാക്റ്റായി പോയി ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാവട്ടെ ഒരു കാര്യങ്ങളുമില്ല. നിങ്ങളുടെ പൂർണ്ണമായിട്ടൊരു ലോകം അവർക്ക് മാത്രമായിട്ട്, അത് നിങ്ങളെക്കാൾ കൂടുതൽ ഏറെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണിനെ മാത്രമായിരുന്നു. ഒരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ നിങ്ങളുടെ എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാർഡ്സായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിലേക്ക് പോവാം. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുന്ന സമയത്ത് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് അവർ മറ്റുള്ള വ്യക്തികളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കാം, ഫ്രണ്ട്സിനോടായിരിക്കാം, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അവർ തിരക്കുവാണ്. കാരണം അവർക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. കാരണം അവരുടെ ലൈഫിലോട്ട് വീണ്ടും വെൽക്കം ചെയ്യുന്ന അവർ ചെയ്യുന്നത് ശരിയായിട്ടൊരു കാര്യമാണോ തെറ്റാണോ, കാരണം അവരുടെ ഭാഗം കൊണ്ടാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. കാരണം വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു ബ്രേക്കപ്പായി മാറുമോ, വീണ്ടും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആവോ എന്നൊരു ഫീലിംഗ് ആണുള്ളത്. സോ ഇവിടെ പലരുടെയും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്, നിങ്ങൾ തമ്മിൽ ചിലപ്പം ദിവസങ്ങളായിട്ട് നോ കോൺടാക്റ്റ് ആയിട്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഡിസപ്പിയർ ആയി പോയായിരിക്കും, ഒരു ഗോസ്റ്റിംഗ് രീതിയിൽ പോയായിരിക്കും. അതേ നിങ്ങളോട് ഒരു കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, എന്താണ് ഇപ്പം നിങ്ങളുടെ ഉണ്ടായ പ്രശ്നമെന്ന് പോലും പറയാതെ, ഒരു വാക്ക് പോലും പറയാതെ, എന്തിനാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം പോലും നിങ്ങൾ മനസ്സിലാക്കുന്നതില്ല. നിങ്ങൾ എത്ര ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ രീതിയിൽ പോയിട്ടുള്ള ഒരുപാട് പേഴ്സൻ്റെ എനർജീസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറേ മാസങ്ങളായിട്ട് കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുവാണ്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണല്ല മറ്റാരെയും നിങ്ങൾക്ക് ഇതേ കണക്കൊന്ന് പ്രണയിക്കാൻ സാധിക്കുന്നില്ല. ഇതേപോലെ ഈ ഒരു പേഴ്സണെ കൊടുത്ത കണക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഇത്ര എഫേർട്ട് ഇടാനോ ഒന്നിനും മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ പേഴ്സണോട് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഡേ ആൻഡ് നൈറ്റ് ആരുടെ മനസ്സിൽ ചിന്തകളും കാര്യങ്ങളുണ്ട്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അവർ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ പലരെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയായിട്ട് ഒരു ഗേളിനെ കാണുന്നുണ്ട്, അവർ അമ്മയെ കാണുന്നുണ്ട്, അതേപോലെ തന്നെ അവർ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. അങ്ങനെ പല വ്യക്തികളെ, പല സാഹചര്യങ്ങൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലാണ്, അവർ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് അവരുടെ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, മറ്റു കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവരൊരു മറയായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം അവരിപ്പം വേദനയിലാണ്, ദുഃഖത്തിലാണ്, വിഷമത്തിലാണ്. നിങ്ങളെ അറിയിക്കാൻ അവർക്ക് ഒരു രീതിയിലും ആഗ്രഹമില്ല. കാരണം അത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയാലോ എന്ന് വരെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു പോകുന്നുണ്ട്. അവർ നിങ്ങളുടെ മനസ്സിലാക്കാതിരുന്നിട്ടല്ല, കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു പോയ ആ വ്യക്തി ഇപ്പോൾ വിഷമിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിക്ക് ഒരു കർമ്മ കിട്ടിയതാണെന്ന് മനസ്സിലാവും. സോ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കർമ്മ കിട്ടിയ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ല. അവരിപ്പോൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങളില്ലാത്തതിൻ്റെ വേദനയിൽ കൂടാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ അതിയായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർക്ക് ആ തീരുമാനം എടുക്കാനുള്ളൊരു യാതൊരു മനക്കെട്ടി അവരുടെ മനസ്സിനില്ല. അവർക്ക് ആ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്തൊക്കെയോ നിങ്ങളമ്മ അവസാനമായിട്ട് പിരിഞ്ഞു പോകുന്നതിന് മുന്നേ, ഇവിടെ പലരെയും റിലേഷൻഷിപ്പ് കാണുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ പിരിയുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ വേദനിപ്പിക്കുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ അവരിലേക്ക് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്തത് അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ്. അത് ഒട്ടും ഒരു മെൽറ്റ് ആവുന്ന ഒരു പാറക്കല്ല് പോലെ, അത് എത്ര പൊട്ടിച്ചാലും അതിൻ്റെ കഷ്ണങ്ങൾ അവശേഷിക്കുന്ന കണക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന, നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. അത് ഇതുവരെ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ നിന്ന് ഹീലായില്ല. നിങ്ങളിലേക്ക് ഓരോ നിമിഷം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ ഫോൺ എടുത്ത് നിങ്ങളിലേക്ക് മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്ന സമയത്ത് ഈ ഒരു മെമ്മറി അവരുടെ മനസ്സിലേക്ക് കയറി വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവസാനമായി കൊടുത്ത ആ ഒരു എത്രത്തോളം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഒരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണിനോട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു, നിങ്ങൾ ചെയ്തിരുന്ന തെറ്റായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം ബോധ്യപ്പെടുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അത് ആലോചിച്ച് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരിക്കും. എന്തിനാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പോയത്, എന്തിനാണ് ഞാൻ ആ രീതി പ്രവർത്തിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ എൻ്റെ പേഴ്സൺ എന്നിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിലവരുടെ എനർജി മാത്രം, എല്ലാവരുടെ എനർജിയില്ല, കുറച്ചുപേരുടെ എനർജിയിൽ മാത്രം ആ രീതിയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പിന്നെയും നിങ്ങളിലേക്ക് അകന്ന് വരാൻ വേണ്ടിയിട്ട്, അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കുന്നത്. അകന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, അത് ചില റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ആ ഒരു റീസൺ ഉണ്ടായിട്ട്. പിന്നെ ചിലരുടെ കാര്യത്തിലാണ് ഈ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്, എല്ലാവർക്കിടയിലില്ല. സോ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ആ തേർഡ് പാർട്ടി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഒരു ഗേളോ അല്ലെങ്കിൽ ഒരു ബോയോ നിൽക്കുന്നിടത്ത് അവരൊരിക്കലും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകറ്റണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സന്തോഷം, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഹാപ്പിയായിട്ട് ജീവിക്കണം, നല്ല ലൈഫ് വേണം എന്നൊരു കാര്യം മാത്രമാണ് ആ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനൊന്നും ആ തേർഡ് പാർട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. കാരണം നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആ തേർഡ് പാർട്ടിക്കാരും, നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ആ തേർഡ് പാർട്ടിക്കാരും. പക്ഷേ ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങളിലേക്ക് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ അതിനുവേണ്ടി സ്വയം ഒഴിഞ്ഞു മാറി തരാനോ ഒന്നും അത്രയ്ക്ക് വലിയൊരു മനസ്സുള്ള തേർഡ് പാർട്ടി അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അവർക്ക് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ നിന്ന് ഉറപ്പായിട്ടും മാറുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതേ
രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കാനാണ് സാധ്യതയുള്ളത്. പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ അടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊരു ബോണ്ട്, അവർക്കൊരു സോൾമേറ്റ് ബോണ്ടൊക്കെ നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് അവരുടെ മനസ്സിൽ വെറും തോന്നലാണ്. ഈ ഒരു സമയത്ത് വെറും തോന്നൽ മാത്രമാണ്. കാരണം ഇവിടെ സോൾമേറ്റ് എനർജിയായിട്ട് നിങ്ങളുടെ എനർജി മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ ഒരു സോൾമേറ്റായിട്ടും തേർഡ് പാർട്ടിയിൽ കണ്ണുകളിൽ നോക്കപ്പോഴേക്ക് അവരുടെ ഫുൾ എനർജിയും കാര്യങ്ങളും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കാണുന്ന സമയത്തേക്ക് ഇതാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണ് വരുന്നതിൻ്റെ ഒരു കാരണം നിങ്ങളിലേക്ക് അകന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില വേദനയായിട്ടുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളും ആ ലൈഫ് ഹീലാവാതെ കിടക്കുന്നതുകൊണ്ടാണ് ആ രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സോ ഇതിലിപ്പോൾ എന്താണ് റെമഡി എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ നിങ്ങളിടുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ഒക്കെ അവർ അറിയുന്നുണ്ട്. നിങ്ങളെ ഉറപ്പായിട്ട് അവർ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷെ അവർ മറ്റേതൊക്കെ വഴികൾ, മേ ബി ഫേക്ക് അക്കൗണ്ടിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് വഴി, നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ അപ്ഡേറ്റ് ഒക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇനി ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയെന്ന രീതിയിൽ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും, ഒരു രീതിയിലുള്ള മെസ്സേജസ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരോട് നെഗറ്റീവായിട്ട് പറയാതിരിക്കുക. നിങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് മാറി നിൽക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മറ്റുള്ളവരുടെ മുന്നിൽ നെഗറ്റീവായിട്ട് മാറ്റാതിരിക്കുക. കാരണം ചിലപ്പോൾ ഈ തിരക്കി വരുന്ന വ്യക്തികളൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ മനോഭാവം എന്താണ് അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി അയക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളായിട്ട് മനഃപൂർവ്വം ആ രീതിയിലൊന്നും നിങ്ങളുടെ പേഴ്സണെ മാറ്റിയെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തകൾ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളായിട്ടൊരു തടസ്സം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നത് കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ പേഴ്സണ് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട് തിരിച്ചു വരാൻ വേണ്ടി. എന്തായാലും ഒരു മിനിമം ഒരു 3 മന്തെങ്കിലും എടുക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ഒരു 3 മാസമെങ്കിലും എടുക്കും. 3 മാസം കഴിയാൻ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് യാതൊരു കാരണവശാലും 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3 മാസത്തിനുള്ളിൽ വെച്ച് വരാനുള്ള ചാൻസ് വളരെയധികം കുറവായിട്ടാണുള്ളത്. സോ ഒരു 3 മന്തിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. സോ അത്രയും നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ പോകാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഈ സ്റ്റേജിലൂടെ മുന്നോട്ട് പോയേ പറ്റും. അതല്ലാതെ ഇവിടെ യാതൊരു വഴിയും കാണുന്നില്ല. സോ അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പേഴ്സൺ ഒരു 3 മാസം മുന്നേ നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നോ, അല്ലെങ്കിൽ ഒരു 21 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ നിൽക്കുന്ന എന്ത് തടസ്സമായാലും, ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ആയാലും പാർട്ടിയുടെ എത്ര വലിയ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലൊരു റെമഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടല്ല, പെയ്ഡാണ്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ പരീക്ഷണത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക, മെസ്സേജ് ചെയ്യാതിരിക്കുക. സോ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ആരും എന്നെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക, അതായത് വിളിക്കാതിരിക്കുക. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ നമ്പറിൽ കോൾ ചെയ്യരുത്. കോൾ ഞാൻ എടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് മെസ്സേജ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ റേറ്റ് അറിയാനാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ സിറ്റുവേഷൻ പറയാനാണെങ്കിലും, റീഡിങ് സ്പെല്ലെടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആരും ആ നമ്പറിലോട്ട് കോൾ ചെയ്യാതിരിക്കുക. കോൾ ചെയ്യുന്നത് ഞാൻ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് റീഡിങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം സ്ലോട്ട് ഞാൻ തരും. ആ സമയത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. അത് തികച്ചും ഒരു കാര്യം തികച്ചും ഫ്രീ ആണ്. ലൈക്ക് കോളിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട. നമ്മളിപ്പോൾ റീഡിങ് റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ 1 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 666 ആയിരുന്നു പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഹാഫ് പ്രൈസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് റീഡിങ് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബുക്ക് ചെയ്യാം. 24 ഹവേഴ്സിനുള്ള റീഡിങ് തരുന്നതുകൊണ്ട് എമർജൻസി റീഡിങ് അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് തന്നെ ആയാലും, നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറണമെന്നുണ്ടെങ്കിൽ, ചക്രാസ് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡേക്ക് ഹീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ, സോ എന്ത് കാര്യത്തിനായാലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നുണ്ട്, ദയവായി മെസ്സേജ് ചെയ്യുക. ആരും കോൾ ചെയ്യാതിരിക്കേണ്ടതാണ്. കോൾ ഞാൻ എടുക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ള. സോ റീഡിങ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു.